അണുബോംബ് കൊണ്ടുപോലും തകർക്കാൻ കഴിയാത്ത ബങ്കറുകൾ കേൾക്കുന്നത് പോലെ നിസ്സാരമല്ല. യുദ്ധവാർത്തകൾ വരുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ് ബങ്കർ എന്നത്. ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും ബോംബുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നും രക്ഷ നേടാനുള്ള സുരക്ഷിത ഇടമാണ് ബങ്കറുകൾ. സാധാരണ ബോംബുകൾക്കോ മിസൈലുകൾക്കോ ബങ്കറുകളെ പ്രതിരോധിക്കാൻ കഴിയില്ല. മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾക്കോ മിസൈലുകൾക്കോ ഒരു പോറൽ പോലും ബങ്കറുകളെ ഏൽപ്പിക്കാൻ കഴിയില്ല. വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ യോജിച്ച സ്ഥലം കണ്ടെത്തി ബങ്കറുകൾ നിർമ്മിക്കുന്നു. വെള്ളപ്പൊക്കത്തിന് തീരെ സാധ്യതയില്ലാത്തതും ഭൂഗർഭ ജലനിരപ്പ് കുറവായതുമായ സ്ഥലമാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത്. മണ്ണിന് നല്ല ഉറപ്പുണ്ടാവണം. സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ നിശ്ചിത ആഴത്തിൽ കുഴിയെടുക്കും. ഏറ്റവും കുറഞ്ഞത് 3 മുതൽ 6 അടി വരെ ആഴത്തിൽ വേണം കുഴിയെടുക്കാൻ. ആണവ ആക്രമണം ഉണ്ടായാൽ റേഡിയേഷൻ തടയാനാണിത്. ചിലപ്പോൾ ഇതിലും കൂടുതൽ ആഴത്തിലും കുഴിയെടുക്കാറുണ്ട്. ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ പരമരഹസ്യമായിട്ടായിരിക്കും കുഴിയെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നിർമ്മാണം തുടങ്ങും. സ്റ്റീൽ, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്നിവയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കട്ടിയേറിയ മേൽക്കൂരയും ഭിത്തിയുമായിരിക്കും ബങ്കറുകൾക്ക്. ശക്തമായ സ്ഫോടനങ്ങൾ താങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിർമ്മാണം കഴിഞ്ഞാൽ അവിടെ ബങ്കറുകൾ ഉണ്ടെന്ന് പോലും തോന്നിപ്പിക്കാതിരിക്കാനുള്ള മാർഗങ്ങളും ചെയ്തിട്ടുണ്ടാവും. ഏറെ താഴ്ചയിലാണ് ബങ്കറുകൾ നിർമ്മിക്കുന്നത് എന്നതിനാൽ വായു സഞ്ചാരത്തിന് എയർ ഫിൽട്ടറേഷൻ സിസ്റ്റം, ജലവിതരണം, ഭക്ഷണ സംഭരണ സൗകര്യം, മെഡിക്കൽ കിറ്റ്, ജനറേറ്റർ പോലുള്ള ബദൽ ഊർജ്ജ സ്രോതസ് എന്നിവ നിർബന്ധമായും ഉണ്ടാവും. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാനും പുറത്തിറങ്ങാനും കഴിയുന്ന രീതിയിലുള്ള വാതിലുകളായിരിക്കും ബങ്കറുകൾക്ക്. പലയിടങ്ങളിലും ഒന്നിലധികം ബങ്കറുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് തുരങ്കങ്ങളും കാണും. ആക്രമണത്തിൽ ഒരു ബങ്കറിന് കേടുപാടുണ്ടായാൽ മറ്റൊരു ബങ്കറിലേക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണിത്. ചില ബങ്കറുകളിൽ അത്യാധുനിക സൗകര്യങ്ങളും ഉണ്ടാവും. ബങ്കറുകൾ സുരക്ഷിതമാണെന്ന് പൊതുവെ കരുതാറുണ്ടെങ്കിലും ആധുനിക കാലത്ത് അത്ര സുരക്ഷിതമല്ലെന്നതാണ് സത്യം. ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ രംഗപ്രവേശത്തോടെയാണ് ഈ അവസ്ഥ വന്നത്. ഉപരിതലത്തിൽ പൊട്ടിത്തെറിക്കുന്ന സാധാരണ ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി മണ്ണും പാറയും കോൺക്രീറ്റും തുളച്ചു കയറി ഭൂമിക്കടിയിലെ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ബോംബുകളാണിവ. 2000 കിലോയ്ക്ക് മുകളിൽ ഭാരമാണ് ഈ ബോംബുകൾക്കുള്ളത്. GPS അധിഷ്ഠിത സംവിധാനമാണ് ഉപയോഗിക്കുന്നതെന്നതിനാൽ ലക്ഷ്യം അണുവിട തെറ്റില്ല. ഏത് മോശം കാലാവസ്ഥയിലും കൃത്യമായി ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. അത്യാധുനികമായ ഫ്യൂസ് സംവിധാനത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. അതായത് ഭൂമിക്കടിയിലേക്ക് നിശ്ചിത ആഴത്തിലെത്തിയ ശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിക്കും. ഇറാന്റെ ഭരണ നേതൃത്വത്തിലുള്ള ഉന്നതരെ വകവരുത്താനും അമേരിക്കയും ഇസ്രയേലും ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്.